Theology of the body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality, made during his 129 Wednesday audiences delivered between September 1979 and November 1984. It is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. John Paul II's Theology of the Body. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കുവാനും മനസ്സിലാക്കുവാനും പോകുന്നത് എന്താണ് കൃപ അല്ലെങ്കിൽ ഗ്രേസ്. വാട്ട് ഈസ് ഗ്രേസ്? അപ്പോൾ ഈ കൃപയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു നിമിഷം പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേക മധ്യസ്ഥതയ്ക്കായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വെരി ഗുഡ്. നമ്മളെ ഇന്നത്തെ എപ്പിസോഡ് ഒരു തിരുവചനം നമ്മൾ വായിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. എഫെസോസ്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം നമുക്കൊന്ന് വായിക്കാവോ? അത് വായിച്ചോ. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ ഈ കൃപ അല്ലെങ്കിൽ ഗ്രേസ്, ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം, എന്താണ് കൃപ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ ആശയം അനുസരിച്ചിട്ട് മനുഷ്യന്റെ ബലഹീനതയിൽ ദൈവം നമ്മളെ സഹായിക്കുന്നതാണ് കൃപ എന്ന് പറയുന്നത്. പിന്നീട് ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങളിതിൻ്റെ പല വശങ്ങളുമാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തെങ്കിലും നിങ്ങളുടെ പാപികളായിരിക്കെ ദൈവം നമ്മളോട് കാണിക്കുന്ന ഒരു കരുണ. പാപികളായിരിക്കെ ദൈവം നമ്മളോട് കാണിക്കുന്ന ഒരു കരുണ. ഓക്കെ, ഇനിയും ദൈവത്തിന്റെ സ്നേഹമാണ്. ലിൻസ, ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹമാണ്. അപ്പോൾ ഇങ്ങനെ പല ആശയങ്ങളും നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും നമുക്ക് വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ഈ കൃപയാണ്. ദ ഗ്രേസ്, ദാറ്റ് ഈസ് വാട്ട് വി നീഡ് ഇൻ അവർ ലൈഫ്. സ്ലൈഡിലേക്ക് നിങ്ങളെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. മതബോധന ഗ്രന്ഥം 1996 പാരഗ്രാഫ് വളരെ വ്യക്തമായിട്ട് നമുക്ക് കൃപയെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ. അപ്പോൾ ഇവിടെ നിങ്ങൾ വായിക്കുന്നു, ആദ്യത്തെ പോയിൻ്റ്, ഇതൊരു ദാനമാണ്, ഒരു ഫേവറാണ്. അതുപോലെ തന്നെ നമ്മൾ അർഹിക്കാത്ത ഒന്നാണിത്. 2, നമ്മൾ അവിടെ കാണുന്നു, ഇത് ഫ്രീ ആണ്. ഇത് നമുക്ക് വളരെ ഫ്രീ ആയിട്ട്, നമുക്ക് യാതൊരു ചെലവുമില്ലാതെ കിട്ടുന്ന ഒരു കാര്യമാണ്. 3-ാമത്തെ പോയിന്റ് നിങ്ങളുടെ അവിടേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുമ്പോൾ, നമ്മൾ അർഹിക്കാത്തതാണ് ഇത്. ഈസ് ആൻ അൺഡിസർവ്ഡ്. അപ്പം ഗ്രേസ് ഈസ് എ ഫേവർ, ഇറ്റ് ഈസ് എ ഗിഫ്റ്റ്, ഇറ്റ് ഈസ് ആൻ അൺഡിസർവ്ഡ് ഹെൽപ്പ്. നമ്മൾ അർഹിക്കാത്ത ഒരു സഹായം ഇതാണ്. ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മളവിടെ കാണുന്നു, ദൈവത്തിൻ്റെ വിളിക്കനുസൃതമായി ജീവിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ദൈവീകമായിട്ടുള്ള ഒരു ജീവനിലുള്ള പങ്കാളിത്തമാണിത്. അപ്പോൾ അതാണ് നമ്മൾ വീണ്ടും നിങ്ങൾ അങ്ങോട്ട് തന്നെ നോക്കുക. 1997 പാരഗ്രാഫ്, ഗ്രേസ് ഈസ് ദ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ലൈഫ് ഓഫ് ഗാഡ്.
ദൈവിക ജീവനിലുള്ള ഒരു പങ്കാളിത്തമാണ്, ഒരു പാർട്ടിസിപ്പേഷനാണ് ഈ ഗ്രേസ് എന്ന് പറഞ്ഞാൽ. പരിശുദ്ധ ത്രിത്വവുമായിട്ടുള്ള നമ്മുടെ ഇൻറ്റിമസിയെ വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധ ത്രിത്വവുമായിട്ട് ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുവാൻ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ദാനമാണ് കൃപ എന്ന് പറഞ്ഞാൽ. സാർ, ടോണി, നമ്മുടെ യോഗ്യതകളുടെ അടിസ്ഥാനത്തിലാണോ ഈ കൃപ നമുക്ക് ലഭിക്കുന്നത്? ഇത് നമ്മൾ ആരംഭത്തിലെ നമ്മൾ പറഞ്ഞു, ഞാനത് ഒന്നും കൂടെ വ്യക്തമാക്കാം. ടോണിയുടെ ചോദ്യം ഇതാണ്, നമുക്ക് യോഗ്യത ഇല്ല എങ്കിലും ഈ കൃപ നമുക്ക് ലഭിക്കുമോ എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ്. കാരണം പലപ്പോഴും നമ്മൾ ഒരുപക്ഷെ പാപത്തിൻ്റെ അവസ്ഥയിലാകാം, അല്ലെങ്കിൽ നമുക്ക് ഒരു പുണ്യ ജീവിതത്തിൻ്റെ അവസ്ഥയൊന്നും ആയിരിക്കുകയില്ല. എവിടെയും നമുക്ക് കൃപ ലഭിക്കുമോ എന്നുള്ളതാണ് ടോണിയുടെ സംശയം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. ഇത് നമ്മളുടെ മെറിറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണോ നമുക്ക് കൃപ ലഭിക്കുന്നത്? ഇവിടെ മതബോധന ഗ്രന്ഥം വീണ്ടും നമുക്ക് മതബോധന ഗ്രന്ഥം 2010 2011 പാരഗ്രാഫ് നമുക്കിതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം തരുന്നുണ്ട്. ഇപ്പോൾ 2010 നമ്മളിതാ വായിക്കുന്നത്. ഇവിടെ എന്താണ്? ദ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ആരാണ് കൃപയ്ക്ക്? ഇവിടെ അത് ദൈവം തന്നെയാണ്. ദൈവമാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഇനിഷ്യേറ്റീവാണ്. അതുപോലെ തന്നെ നമ്മുടെ മെറിറ്റ്, നമ്മുടെ യോഗ്യതയെ അടിസ്ഥാനപ്പെടുത്തിയല്ല നമുക്ക് കൃപ ലഭിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും യേശുക്രിസ്തുവിൻ്റെ ആ വലിയ കരുണയുമാണ് ഈ കൃപയുടെ പ്രധാനമായിട്ടുള്ള അടിസ്ഥാനം. നമുക്ക് കൃപയുടെ രണ്ട് പ്രധാനപ്പെട്ട വശങ്ങൾ, രണ്ട് തരത്തിലുള്ള കൃപയെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് സാങ്ക്ടിഫയിങ് ഗ്രേസ്, വിശുദ്ധീകരണ കൃപാവരം എന്ന് പറയും. വേറെ ഒരു കൃപാവരത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് ആക്ച്വൽ ഗ്രേസ്, അല്ലെങ്കിൽ പ്രവർത്തനോത്മകമായിട്ടുള്ള കൃപാവരം. ഇപ്പോൾ സാങ്ക്ടിഫയിങ് ഗ്രേസ് ആൻഡ് ആക്ച്വൽ ഗ്രേസ്. അപ്പോൾ ഇതെന്താണ് എന്ന് നമുക്ക് അങ്ങോട്ടേക്ക് നോക്കാം. എന്താണ് ഈ സാങ്ക്ടിഫയിങ് ഗ്രേസ് അല്ലെങ്കിൽ വിശുദ്ധീകരണ കൃപാവരം എന്താണ് എന്ന് നമുക്ക് അവിടെ നോക്കാം. ഈ സാങ്ക്ടിഫയിങ് ഗ്രേസ് ആണ്, ഈ വിശുദ്ധീകരണ കൃപാവരമാണ് നമ്മുടെ ആത്മാവിൽ നിലകൊള്ളുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആത്മാവിനെ പരിശുദ്ധമാക്കാനും നമ്മുടെ ആത്മാവിൻ്റെ നിത്യരക്ഷയ്ക്കും ഉതകുന്ന വിധത്തിലുള്ള ഒരു ഗ്രേസാണ്, ഒരു കൃപയാണ് ഈ സാങ്ക്ടിഫയിങ് ഗ്രേസ് എന്ന് പറയുന്നത്. നമുക്ക് വീണ്ടും അങ്ങോട്ടേക്ക് നോക്കാം. ആക്ച്വൽ ഗ്രേസ് അല്ലെങ്കിൽ പ്രവർത്തനാത്മകമായിട്ടുള്ള കൃപാവരം എന്ന് പറഞ്ഞാൽ അതൊരു സൂപ്പർ നാച്ചുറൽ പുഷ് അല്ലെ എൻകറേജ്മെൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമുക്ക് നന്മ ചെയ്യുവാനുള്ള ഒരു വലിയ പ്രചോദനം, ഒരു വലിയ ഒരു പുഷ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ നമുക്ക് തരുന്നതാണ് ഈ ആക്ച്വൽ ഗ്രേസ് എന്ന് പറഞ്ഞാൽ. ഫോർ അവർ ഡേ ടു ഡേ ലൈഫിലെ എല്ലാ കാര്യങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ദ ആക്ടിവിറ്റി, പ്രവർത്തനോത്മകമായിട്ടുള്ള ഒരു ഗ്രേസാണ്, കൃപയാണ് ഈ പ്രവർത്തനോന്മുഖമായ കൃപാവരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ രണ്ട് ഗ്രേസും ആവശ്യമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരെണ്ണം നമുക്ക് കിട്ടിയതുകൊണ്ട് എല്ലാം നമുക്ക് പൂർത്തിയായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇനിയും നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ അങ്ങോട്ടേക്ക്, ഇവിടെ ഒരു വ്യക്തി മരിക്കുന്ന അവസരത്തിൽ ആളുടെ ആത്മാവിൽ സാങ്ക്ടിഫയിങ് ഗ്രേസ് അല്ലെങ്കിൽ ഈ വിശുദ്ധീകരണ കൃപാവരം ഉണ്ട് എങ്കിൽ ആ വ്യക്തി നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. അപ്പോൾ സാങ്ക്ടിഫയിങ് ഗ്രേസ് പൂർണ്ണമായിട്ടുണ്ട്, അവിടെ നമ്മുടെ പ്യൂരിഫിക്കേഷൻ ആവശ്യമില്ല എങ്കിൽ ഈ വ്യക്തി മരിക്കുന്ന ആ നിമിഷം നമ്മൾ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്, ഇറ്റേണൽ റിട്രിബ്യൂഷൻ അല്ലെങ്കിൽ തനതു വിധി എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് തന്നെ നമ്മുടെ ആത്മാവിൽ നമ്മൾ
വിധി നമ്മൾ സ്വീകരിക്കുക, തനതു വിധി. ഇപ്പോൾ സാങ്ക്ടിഫയിങ് ഗ്രേസ് പൂർണ്ണമായിട്ട് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് നിത്യസൗഭാഗ്യം. അഥവാ ഇനി എന്തെങ്കിലും പ്യൂരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തൂടെ നമ്മുടെ ആത്മാവ് കടന്നുപോയി നമുക്ക് സ്വർഗം ലക്ഷ്യമാക്കുവാൻ സാധിക്കും. അപ്പം ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഈ സാങ്ക്ടിഫയിങ് ഗ്രേസ് ഒരു വ്യക്തി മരിക്കുന്ന സമയത്ത് ആ ആളിൻ്റെ ആത്മാവിലില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്? നിത്യമായ നരകശിക്ഷ. നിത്യമായ നരകശിക്ഷയ്ക്ക് ആ വ്യക്തി അർഹനായിപ്പോവും, അല്ലെ അർഹയായിപ്പോവും. ഇതാണ് സാങ്ക്ടിഫയിങ് ഗ്രേസ് നമ്മുടെ ആത്മാവിൽ നഷ്ടപ്പെടുക. പാപം മൂലം നമ്മൾ വീണ്ടും ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വന്ന് പാപമോചനം സ്വീകരിച്ച് നമ്മുടെ സാങ്ക്ടിഫയിങ് ഗ്രേസ് നമ്മൾ തിരിച്ച് നമുക്ക് ലഭിച്ചില്ല എങ്കിൽ നിത്യമായ നരകം ആ വ്യക്തി സ്വയം തിരഞ്ഞെടുക്കുകയാണ്. നമ്മളൊരു കാര്യം വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഇവിടെയെല്ലാം നമുക്ക് ഈ സാങ്ക്ടിഫയിങ് ഗ്രേസിനെ, ആക്ച്വൽ ഗ്രേസിനെ റിജക്റ്റ് ചെയ്യുവാനും സ്വീകരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. തനിക്ക് ഉള്ളതുപോലെയുള്ള വലിയ ആ സൂപ്പർ നാച്ചുറൽ ഫാക്കൽറ്റീസിൻ്റെ എല്ലാം പാർട്ടിസിപ്പേഷൻ നമുക്കും തന്നു. നമുക്ക് ഇൻ്റലക്റ്റ് തന്നു, ഫ്രീ വില്ല് തന്നു, നമുക്ക് സ്വയം നമ്മളെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വയം നമുക്ക് സ്വാതന്ത്ര്യം തന്നു, ദ ഫ്രീഡം ടു ചൂസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ദൈവം നമ്മളെ ബഹുമാനിക്കുന്നുണ്ട്, നമ്മുടെ ഡിഗ്നിറ്റിയെ ദൈവം മാനിക്കുന്നു, നമുക്ക് സ്വാതന്ത്ര്യം തന്നുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെ റിജക്റ്റ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. അപ്പോൾ പല വ്യക്തികളും അവർ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു, ദ ബ്ലാസ്ഫമി അഗൻസ്റ്റ് ദ ഹോളി സ്പിരിറ്റ്, അത് റിജക്റ്റ് ചെയ്യുമ്പോൾ ദൈവം തന്നെ അവിടെ ഗ്രീവ് ചെയ്യുകയാണ്, ദൈവം തന്നെ ദുഃഖിക്കുകയാണ്, വേദനിക്കുകയാണ്. നമ്മളൊരു കാര്യം വ്യക്തമായിട്ട് സെൻറ്റ് അഗസ്റ്റിൻ്റെ ആ മനോഹരമായ ഒരു സെൻറ്റ് അഗസ്റ്റിൻ്റെ മനോഹരമായൊരു പ്രസ്താവനയുണ്ട്. ദൈവമേ, അങ്ങ് ഞങ്ങളെ കൂടാതെ ഞങ്ങളെ സൃഷ്ടിച്ചു, പക്ഷേ ഞങ്ങളെ കൂടാതെ നിനക്ക് ഞങ്ങളെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. ഇതാണ് ദൈവത്തിൻ്റെ ഒരു പക്ഷേയെങ്കിൽ ഏറ്റവും സ്നേഹത്തിൻ്റെ ആ ക്ലൈമാക്സിൽ നമുക്ക് പറയാം, ദൈവവും നിസ്സഹായനാണ്. നമുക്ക് സ്വാതന്ത്ര്യം തന്നതുകൊണ്ട്, നമ്മുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇനിയും ഞാൻ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ സ്ലൈഡിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഈ ഗ്രേസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാനും അല്ലെ ഗ്രേസിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുവാനും ഇവിടെ മതബോധന ഗ്രന്ഥം 2001 പറയുന്നു, അതിനും ഗ്രേസ് ആവശ്യമാണ്. അതാണ് ഈ ആക്ച്വൽ ഗ്രേസ് നമുക്ക് വേണ്ടത്. ഒരു പുഷ്, ഒരു സൂപ്പർ നാച്ചുറൽ എൻകറേജ്മെൻറ്റ് നമുക്ക് വേണം. അപ്പോൾ എല്ലാം കൃപയുടെ മേലാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ എങ്ങനെ ആഴപ്പെടാൻ പറ്റും എന്നുള്ളത്, നമ്മുടെ ജീവിതം എങ്ങനെ നമുക്ക് കൃപയിൽ ആഴപ്പെടാമെന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. നമ്മൾ ദൈവവുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മൾ 2001 നമ്മൾ കണ്ടത്. എങ്ങനെ നമുക്ക് ഈ സാങ്ക്ടിഫയിങ് ഗ്രേസിൽ നമുക്ക് വളരാൻ പറ്റും? നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഇത് മാത്രമേ ഉള്ളൂ. ദൈവം നമുക്ക് തരുന്ന ഈ അവസരങ്ങളെ, കൃപയുടെ അവസരങ്ങളുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്യുക, നമ്മൾ കോപ്പറേറ്റ് ചെയ്യുക. സേ യെസ് ടു ഹിം. ഇങ്ങനെ യെസ് പറഞ്ഞ ഒരു വ്യക്തി ഈ ലോകത്തിൽ ജീവിച്ചിരുന്നു. ദൈവ പദ്ധതിയോട്, ദൈവ കൃപയോട് യെസ് പറഞ്ഞു പരിശുദ്ധ അമ്മ. ആ അമ്മയുടെ പ്രത്യേകത എന്തായിരുന്നു? പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഷീ വാസ് ഫുൾ ഓഫ് ഗ്രേസ്. കൃപ നിറഞ്ഞവളായിരുന്നു. അവിടെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് ദൈവവുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഞാൻ യെസ് പറയുമ്പോൾ ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിലെ കൃപ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കൃപ അധികമായി എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ത്രിത്വവുമായിട്ടുള്ള നമ്മുടെ ഇൻറ്റിമസി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്.
ഈശോയുമായിട്ട്, പിതാവായ ദൈവവുമായിട്ട്, പരിശുദ്ധാത്മാവുമായിട്ട് നമ്മൾ നിരന്തരം ഈ ബന്ധം ഇങ്ങനെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൃപയുണ്ടെങ്കിൽ മറ്റുള്ളതെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കിട്ടും. കാരണം ദൈവവുമായിട്ടൊരു വലിയ ഇൻറ്റിമസിയിൽ നമുക്ക് കഴിയാൻ പറ്റുന്നത് ഈ കൃപയുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയോ ഇത് എല്ലാവർക്കും? ഇനി വേറൊരു ചോദ്യം ചോദിക്കട്ടെ, എപ്പോഴാണ് നമുക്ക് ഈ സാങ്ക്ടിഫയിങ് ഗ്രേസ് കിട്ടുന്നത്? ഈ സാങ്ക്ടിഫയിങ് ഗ്രേസ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് കിട്ടുന്നത്? ദൈവകൽപ്പനയിൽ അടിയുറച്ച് ആദ്യമായിട്ട് നമുക്ക് മാമോദീസായാലും. വെരി ഗുഡ്. ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മാമോദീസായിലൂടെ ഈ സാങ്ക്ടിഫയിങ് ഗ്രേസ് നമ്മുടെ ജീവിതത്തിൽ ഗ്യാരൻറ്റീഡ് ആയിട്ട് നമുക്ക് ലഭിക്കും. നമുക്ക് വീണ്ടും മതബോധന ഗ്രന്ഥം 1999 നമുക്കൊന്ന് കണ്ണോടിക്കാം. ഇവിടെ ഇതാണ് പറയുന്നത്, പരിശുദ്ധാത്മാവ് ഈ സാങ്ക്ടിഫയിങ് ഗ്രേസ് മാമോദീസായിലൂടെ ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക്, ആത്മാവിലേക്ക്, ജീവിതത്തിലേക്ക് ധാരാളമായി ഒഴുക്കി അവിടെ സീല് ചെയ്യപ്പെടുകയാണ്. നമ്മളെ പരിശുദ്ധാത്മാവിൽ നമ്മളെ സീല് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ മാമോദീസ വളരെ പ്രധാനമായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവ് സാങ്ക്ടിഫയിങ് ഗ്രേസ് കൊണ്ട് നിറയ്ക്കുന്ന ഒരനുഭവമാണ് മാമോദീസ എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ അങ്ങോട്ടേക്ക് തന്നെ നോക്കുക. ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ മതബോധന ഗ്രന്ഥം 2005 എങ്ങനെയാണ് നമ്മളിൽ ഈ സാങ്ക്ടിഫയിങ് ഗ്രേസും ആക്ച്വൽ ഗ്രേസും ഒക്കെ ഉണ്ട് എന്ന് നമുക്കത് തിരിച്ചറിയാൻ പറ്റും. അത് വളരെ വ്യക്തമായിട്ട് അവിടെ കൊടുത്തിരിക്കുക. എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ഒന്ന്, നമ്മൾ തിരുവചനത്തിൽ കണ്ടതുപോലെ നമ്മൾ വിശ്വാസം കൊണ്ട് നമ്മളതിനെ ക്ലെയിം ചെയ്യണം, അക്നോളജ് ചെയ്യണം. കാരണം നമ്മുടെ ഭാഗ്യനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റുകയില്ല. ഇവിടെ മതബോധന ഗ്രന്ഥം പറയുന്നു നമ്മുടെ വികാരങ്ങൾ കൊണ്ട്, നമ്മുടെ സെൻസസ് കൊണ്ടൊന്നും നമുക്ക് മനസ്സിലാക്കാനും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇത് വിശ്വാസം കൊണ്ട് നമ്മളിത് സ്വീകരിക്കണം, നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്നു വെച്ചുകൊണ്ട് മാത്രമേ ഈ കൃപ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതൊന്ന്. രണ്ട്, ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ. ഒരു പക്ഷേ നമുക്ക് തോന്നും, ഞാൻ ഏതെങ്കിലും നല്ലൊരു കാര്യം ചെയ്തപ്പോൾ ഒത്തിരി സാറ്റിസ്ഫാക്ഷൻ കിട്ടി, അതെല്ലാം കൃപയുടെ ഒരു ലക്ഷണമാണ്. തീർച്ചയായിട്ടും നന്മയുടെ ഒരു ലക്ഷണമാണത്. പക്ഷേ ഇവിടെ സഭ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ ഫീലിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് ഇതുകൊണ്ടൊക്കെ നമ്മളെ കൃപയുടെ അളവിനെ നമുക്ക് അളന്നു നോക്കാൻ പറ്റത്തില്ല. കാരണം അത് വിശ്വാസം കൊണ്ട് മാത്രമേ അതിനെ നമുക്ക് മനസ്സിലാക്കാനും അളക്കാനും പറ്റുകയുള്ളൂ. വീണ്ടും നമുക്ക് വേറൊരു വിധത്തിൽ ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുറപ്പെടുവിക്കുകയാണല്ലേ. ഈശോ തന്നെ പറഞ്ഞു, നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കും, ചീത്ത വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കും. അപ്പം നമ്മൾ ഫലത്തിൽ നിന്ന്, നമ്മളുടെ ജീവിത ശൈലിയിൽ നിന്ന് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് എങ്ങനെ നമ്മൾ മനോഹരമായിട്ട് ദൈവ പദ്ധതി പ്രകാരം ചെയ്യുന്നു, അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്, നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായി നമ്മൾ മാറുകയാണെങ്കിൽ കൃപ അവിടെ നമ്മുടെ ജീവിതത്തിൽ ആഴപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതല്ല നമ്മൾ വെറും ഭാഗ്യമായ കാഴ്ചപ്പാടിൽ മാത്രം ക്രിസ്ത്യാനികളാണ്, നല്ല ജീവിതം കഴിക്കുന്നു, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, അതാണ് ക്രിസ്തു പറഞ്ഞത്, നമ്മുടെ ഹൃദയം വേറെ എവിടെയോ നമ്മുടെ ഹൃദയം ഇവിടെയെങ്ങുമില്ല. വെറും നമ്മൾ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ പേരുകൊണ്ട് ക്രിസ്ത്യാനികളായി, നാമമാത്ര ക്രിസ്ത്യാനികളായി നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നല്ല ഫലമല്ല പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ അതാണ് കൃപ നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഒരു എളുപ്പ വഴി. എന്താണ് നല്ല ഫലം നമ്മൾ പുറപ്പെടുവിക്കുന്ന ആരാണോ എന്നുള്ളത് അത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുമ്പോൾ. വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? നമ്മൾ ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ചോദ്യങ്ങളുണ്ടോ? ഇപ്പോൾ കൃപ നമുക്ക് എങ്ങനെയാണ് ലഭിക്കേണ്ടത്,
നമ്മൾ അത് പറഞ്ഞു. ദൈവമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക, നമ്മൾ ദൈവമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക. സേ യെസ് ടു ഹിം. ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കുവാൻ നമ്മൾ ഒരു യെസ് പറയുന്നവരായി മാറുക. ഇൻ അനദർ വേർഡ്സ്, നമ്മുടെ ഹൃദയം തുറന്നു വെച്ചുകൊണ്ട് ഒരു ടോട്ടൽ സറണ്ടർ, ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഏത് ജീവിതാവസ്ഥയിലാണെങ്കിലും ആ ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ കൃപയിൽ നമുക്ക് വളരുവാൻ സാധിക്കും. വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കടന്നു വരുന്നുണ്ടോ? ക്ലാസിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ. സാറേ, ഈ ലഭിച്ച കൃപയിൽ വളരുവാനും നിലനിൽക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ലഭിച്ച കൃപയിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ടോണി ചോദിച്ചത്. ഇത് നമ്മൾ ഒരു കാര്യം നമ്മൾ ഇതിനകത്തിൽ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു ദാനമാണ്, പക്ഷേ ഇത് നമുക്ക് നഷ്ടപ്പെടാൻ വളരെയധികം സാധ്യതയുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഈ ചുറ്റുപാടുകളിൽ ഇന്ന് ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരുപാട് സാധ്യതകൾ നമുക്കുണ്ട് തിന്മയിലേക്ക് നമുക്ക് വഴുതി വീഴാനായിട്ട്. അതായത് പാപത്തിൻ്റെ സാഹചര്യങ്ങൾ, പാപം ഇങ്ങനെ നമ്മൾ എവിടെയൊക്കെ പോകുന്നു അവിടെയെല്ലാം പതിയിരിക്കുകയാണ്. പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നത് പോലെ ആരെ വിഴുങ്ങണം എന്ന് കരുതിക്കൊണ്ട് സിംഹം ഓലിയിട്ട് അലറി നടക്കുന്നത് പോലെ നമ്മുടെ ശത്രു നമ്മുടെ ചുറ്റും നടക്കുക. ഇന്നത്തെ കൾച്ചറിലും നമ്മുടെ ചുറ്റുപാടുകളിലും എല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാപത്തിൽ നിന്നും ഓടി അകലുവാനുള്ള ഒരു വലിയ സന്നദ്ധത നമുക്കുണ്ടാകണം. അഥവാ ഇനിയും പാപത്തിൽ നമ്മൾ വീണുപോയാൽ അവിടെ കിടക്കാതെ ചാടി എഴുന്നേക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ നമുക്ക് തന്നിരിക്കുന്ന കൂദാശകളെല്ലാം അദൃശ്യമായ കൃപാവരത്തിൻ്റെ വലിയ അടയാളങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ കൂദാശ ജീവിതം, നമ്മുടെ പ്രാർത്ഥന, കൂദാശ ജീവിതം, എല്ലാ കൂദാശകളും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന കൂദാശകൾ, പ്രത്യേകിച്ച് നമ്മുടെ കുമ്പസാരം എന്ന കൂദാശ, പരിശുദ്ധ കുർബാന, ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുമ്പോൾ കൃപയ്ക്കുമേൽ കൃപയാണ് അവിടെ വളരുന്നത്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം, ഭാര്യാഭർത്താക്കന്മാർ, മാതാപിതാക്കൾ കൃപയുടെ ചാനലുകളാണ് അവർ ആ കുടുംബത്തിൽ. ഒരു ഭർത്താവിലൂടെ, ഒരു ഭാര്യയിലൂടെയാണ് ആ കുടുംബത്തിലേക്ക് കൃപ ഒഴുകുന്നത്. അപ്പോൾ അവിടെ ഒരു ബ്ലോക്ക് നമ്മൾ സംഭവിക്കുമ്പോൾ നമുക്കറിയാം, ഒരു സാധാരണ നമ്മുടെ പൈപ്പിലൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് അത് ബ്ലോക്കായി അത് നിലച്ചു പോകും. ആ വെള്ളത്തിൻ്റെ ഫ്ലോ നിലച്ചു പോകുന്നത് പോലെ കൃപ അറ്റുപോകുവാൻ സാധ്യതയുണ്ട്. ഇന്ന് പല കുടുംബങ്ങളും തകരുന്നത്, ഇന്ന് പല കുടുംബ ബന്ധങ്ങളും തകരുന്നു, പല വ്യക്തികൾ തകരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ വിവാഹം തന്നെ പല വ്യക്തികളും തെറ്റായിട്ടുള്ള രീതിയിലാണ്, വെറും സ്വാർത്ഥതയുടെ ഒരു ലോകത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് വിവാഹ ബന്ധങ്ങളെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? ഒത്തിരി ബ്ലോക്സ് ആണ്. ഈ കൃപയുടെ ചാനലെല്ലാം അവിടെ ഇവിടെയും ബ്ലോക്കായി ആ കുടുംബത്തിൽ, ആ ജീവിതത്തിൽ, ആ ബന്ധത്തിൽ കൃപ അറ്റുപോകും. ആ കൃപ അറ്റുപോകുമ്പോഴാണ് നമ്മൾ തിന്മയിലേക്കും തിന്മയുടെ സ്വാധീനത്തിലേക്കും നമ്മുടെ ശത്രു നമ്മളെ ഏറ്റെടുക്കും. പരിശുദ്ധാത്മാവിന് പകരം നമ്മൾ നമ്മുടെ ശത്രുവിൻ്റെ പിടിയിലാവും. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പാപം, അഥവാ നമ്മൾ പാപം ചെയ്താലും ഉടനെ ദൈവത്തിങ്കിലേക്ക് ചെന്ന് നല്ലൊരു കുമ്പസാരത്തിലൂടെ വീണ്ടും ഈ സാങ്ക്ടിഫയിങ് ഗ്രേസ്, വീണ്ടും ഈ ആക്ച്വൽ ഗ്രേസ് അതിൻ്റെ പൂർണ്ണതയിൽ നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കുവാൻ വേണ്ടി നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. അതുപോലെ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ വരികയാണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്, അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 33-ാം വാക്യത്തിൽ നമ്മളെല്ലാവരും പലതരത്തിലുള്ള ദൈവിക ശുശ്രൂഷകൾ ചെയ്യുന്ന വ്യക്തികളാണ്. നമുക്കെല്ലാം വേണ്ടത് കൃപയാണ്. ബാക്കിയുള്ളതെല്ലാം അതിനോടൊപ്പം നമുക്ക് ചേർത്ത് നൽകപ്പെടും. അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. അപ്പസ്തന്മാരെ സംബന്ധിച്ചിടത്തോളം കൃപ അവരോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ അത്ഭുതങ്ങൾ അവർക്ക് ചെയ്യുവാൻ സാധിച്ചു. അപ്പോൾ ഈ ദൈവത്തിൻ്റെ കൃപ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മളൊരു ബോധപൂർവം അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമം, അതിന് ഞാൻ വീണ്ടും പറയുകയാണ്. ഞാൻ അവിടെ സ്ലൈഡിൽ നിങ്ങളെ കാണിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 27-ാം വാക്യം നമുക്കവിടെ കാണുന്നുണ്ട്.
സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടാത്തതായി നമുക്ക് ഒന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്. അതുകൊണ്ട് ധൈര്യപൂർവം ഈ കൃപയുടെ സിംഹാസനത്തെ നമ്മൾ സമീപിക്കണം. എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം അതാണ് പറയുന്നത്. ലെറ്റ് us approach confidently, വളരെ ആത്മധൈര്യത്തോടുകൂടി ഈ കൃപയുടെ സിംഹാസനത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യുക. നമ്മുടെ ജീവിതം തുറന്നു വെച്ചുകൊണ്ട് കൃപയ്ക്ക് വേണ്ടി ഈ കൃപയുടെ സിംഹാസനത്തോട്, പരിശുദ്ധാത്മാവിനോട്, ഈശോയോട് നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇതൊരു വിഷയമാക്കുക. മറ്റുള്ള എല്ലാ ആവശ്യങ്ങളും നിങ്ങൾ മാറ്റിവെച്ചിട്ട് എനിക്ക് കൃപയാണ് വേണ്ടത്, എൻ്റെ കുടുംബത്തിൽ കൃപയാണ് വേണ്ടത്, എൻ്റെ വിവാഹ ബന്ധത്തിൽ കൂടുതൽ കൃപ ഒഴുകണം. കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങും. ആ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മൾ അവിടെ അക്സെപ്റ്റ് ചെയ്യുകയാണ്, നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കുകയാണ്, നമ്മളെ യേശു പറയുവാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെയും നിങ്ങളെയും എല്ലാം ഞാൻ ഈ ഒരു പ്രത്യേകമായിട്ടുള്ള മെസ്സേജിൽ തന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കേണ്ടത്, ഗിവ് മീ മോർ ഗ്രേസ്, എനിക്ക് കൂടുതൽ കൃപ വേണം. പരിശുദ്ധ അമ്മയെ നോക്കിക്കൊണ്ട് നമ്മൾ പറയണം, അമ്മ കൃപയിൽ നിറഞ്ഞതുപോലെ എനിക്കും കൃപയിൽ നിറയണം. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യകമാതാവ്, ഷീ ഈസ് ദ റോൾ മോഡൽ ഓഫ് ദ ഹ്യൂമൻ റേസ്, മാനവകുലത്തിൻ്റെ റോൾ മോഡലാണ് പരിശുദ്ധ അമ്മ. കാരണം അവൾ കൃപ നിറഞ്ഞവളായതുകൊണ്ട്. ഈ അമ്മയെ നോക്കി നമ്മുടെ ജീവിതം നമ്മൾ ക്രമപ്പെടുത്തണം. കൃപ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള, കൃപ അറ്റുപോയിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ അല്ലെ നമ്മുടെ ജീവിത അവസ്ഥ തന്നെ ഇതാ പരിശുദ്ധാത്മാവിന് തുറന്നു വെച്ചുകൊണ്ട് കൃപ കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഐ നീഡ് ഗ്രേസ്, ഗ്രേസ്, ഗ്രേസ്. ഒരിക്കലും അവിടെ ഒരു സംതൃപ്തി, അതായത് നമ്മൾ എനിക്ക് അല്പം മതി എന്ന് പറയാതെ എനിക്ക് ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം. എത്രത്തോളം വേണം? ഫുൾ ഓഫ് ഗ്രേസ്. ഈ ഒരവസ്ഥയിൽ നമ്മൾ കടക്കുമ്പോഴാണ് പരിശുദ്ധ ത്രിത്വവുമായി നമ്മൾ ഒരുമിച്ച് ചേർന്ന് ജീവിക്കുന്ന ഒരവസ്ഥ നമുക്ക് ലഭിക്കുക. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ, ഷീ വാസ് ദ വാക്കിംഗ് ടബർനാക്കിൾ, നടക്കുന്ന സക്രാരിയായിരുന്നു അമ്മ. എവിടെ പോയാലും പരിശുദ്ധ ത്രിത്വത്തെ കൊടുക്കുന്ന അമ്മ. ഷീ വാസ് ഫുൾ ഓഫ് ഗ്രേസ്. നമ്മളെല്ലാവരും അങ്ങനെ ആയിത്തീരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നല്ലവനായ ദൈവം നമ്മളെ അതിന് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ട് കണ്ണുകളടച്ച് ഹൃദയത്തെ തുറന്നു വെച്ചുകൊണ്ട് കൃപയുടെ സിംഹാസനത്തെ നമുക്ക് ഈ നിമിഷം തന്നെ നേരിട്ട്, വളരെ ആത്മധൈര്യത്തോടുകൂടി നമുക്ക് നേരിട്ട് നമ്മുടെ ഹൃദയം തുറന്നു വെച്ചുകൊണ്ട് പറയാം, ഐ നീഡ് മോർ ഗ്രേസ്, എന്നിൽ കൃപ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, കൃപ കൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അങ്ങ് നിറയ്ക്കണമേ. ഞാൻ ജോലി ചെയ്യുന്ന മേഖലയിൽ, എൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ, ഇല്ലെങ്കിൽ ഏതെല്ലാം ദുശീലത്തിൻ്റെ അടിമത്തമാണോ, തിന്മയുടെ അടിമത്തമാണോ, പാപ അവസ്ഥയാണോ, ഇവിടെയെല്ലാം എനിക്ക് വേണ്ടത് കൃപയാണ്. ലെറ്റ് യുവർ ഗ്രേസ് വർക്ക്. അത്ഭുതം നടക്കട്ടെ. ഈ നിമിഷം തന്നെ എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവവുമായി ഒന്നു ചേരുന്ന കൃപ, അതിനുവേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കുവാനുള്ള വലിയ ദാനം എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, കൃപ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നിറയ്ക്കട്ടെ എന്നുള്ള വലിയ പ്രാർത്ഥനയോടുകൂടി അടുത്ത എപ്പിസോഡിൽ ഇനിയും നമ്മൾ കാണുന്നതുവരെ ബൈ ബൈ. ജീസസ് ലവ്സ് യു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. info@tobforlife.org. അടുത്ത എപ്പിസോഡിൽ എന്തുകൊണ്ട് കത്തോലിക്ക സഭ ഗർഭനിരോധനം, കൃത്രിമമായ ഗർഭനിരോധനം അത് തെറ്റാണ് എന്ന് പറയുന്നു, എന്താണ് അതിൻ്റെ വിവിധ വശങ്ങൾ, എന്തുകൊണ്ട് നമുക്ക് അത് സ്വീകരിക്കുവാൻ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം സഭ പറയുന്നു അത് പാടില്ല, ഇതിൻ്റെ എല്ലാ കാരണങ്ങളും അടുത്ത എപ്പിസോഡിൽ വിശദമായിട്ട്
നമ്മൾ ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്യും. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നതുവരെ ബൈ ബൈ. ജീസസ് ലവ്സ് യു. John Paul II's Theology of the Body.